ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 8th സ്റ്റാൻഡേർഡിലെ 2023-24 അധ്യയന വർഷത്തെ, അതായത് കഴിഞ്ഞ വർഷം നടന്ന നിങ്ങളുടെ ഇംഗ്ലീഷ് സെക്കൻഡ് ടൈം എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കൂ. ക്വസ്റ്റ്യൻസ് 1 to 5. റീഡ് ദ പാസേജ് ഫ്രം ദ നൈറ്റിംഗൽ ആൻഡ് റോസ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. എന്താണ്? യെസ്, ദ നൈറ്റിംഗൽ ആൻഡ് റോസ് എന്നുള്ള ഒരു പാസേജാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ അത് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് വായിച്ച് നോക്കാം. The nightingale flew over to the rose tree that was growing beneath the student's window. The nightingale flew. Nightingale flew എന്ന് പറഞ്ഞാൽ എന്താണ് കൂട്ടുകാരെ? നമുക്കറിയാം, ഫ്ലൈ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, പറക്കുക. ഫ്ലൈയുടെ പാസ്റ്റ് ഫോമാണ് എന്തെന്ന് പറയുന്നത്? യെസ്, ഫ്ലൂ. ഓക്കെ, അപ്പോൾ എന്താണ്? നൈറ്റിംഗിൾ പറന്നു. എവിടെ കൂടിയാണ് നൈറ്റിംഗിൾ പറക്കുന്നത്? യെസ്, ഓവർ ടു ദ റോസ് ട്രീ ദാറ്റ് വാസ് ഗ്രോയിങ് ബിനീത്ത് ദ സ്റ്റുഡൻസ് വിൻഡോ. സ്റ്റുഡൻറ്റിൻ്റെ ആ വിൻഡോയുടെ താഴെ വളരുന്ന റോസ് ട്രീയുടെ മുകളിൽ കൂടെ നൈറ്റിംഗിൾ പറന്നു. ദെൻ പറയാണ്, ഗിവ് മീ എ റെഡ് റോസ് ഷീ ക്രൈഡ്. എന്താണ്? എനിക്കൊരു റോസാപ്പൂവ് തരൂ, ചുവന്ന റോസാപ്പൂവ് തരൂ. ഷീ ക്രൈഡ്, അവൾ കരഞ്ഞു. ദെൻ ഐ വിൽ സിങ് യു മൈ സ്വീറ്റസ്റ്റ് സോങ്. ഞാൻ നിനക്ക് എൻ്റെ ഏറ്റവും സ്വീറ്റസ്റ്റായ സോങ് പാടിത്തരാം. ബട്ട് ദ ട്രീ ഷുക്ക് ഇറ്റ്സ് ഹെഡ്. പക്ഷേ ട്രീ എന്താ ചെയ്തത്? ഷുക്ക് ഇറ്റ്സ് ഹെഡ്, അതിൻ്റെ തല കുലുക്കി അല്ലേ? കുലുക്കി. മൈ റോസസ് ആർ റെഡ്. എൻ്റെ റോസസ് ഒക്കെ എന്താണ്? റെഡാണ്. ദാൻ ഇറ്റ് ആൻസേർഡ്. അത് ഉത്തരം പറഞ്ഞു അല്ലേ? ആസ് റെഡ് ആസ് ദ ഫീറ്റ് ഓഫ് ദ ഡോ. എങ്ങനത്തെ റെഡാണെന്നാണ് പറയുന്നത്? യെസ്, ഡോവിൻ്റെ പാദങ്ങൾ ഉണ്ടാവില്ലേ? ഡോവ് എന്ന് പറഞ്ഞാൽ യെസ്, നമുക്കറിയാം, പ്രാവല്ലേ? പ്രാവിൻ്റെ പാദങ്ങൾ പോലെ ചുവന്നതാണെന്ന് പറയാണ്. ആൻഡ് റെഡർ ദാൻ ദ ഗ്രേറ്റ് ഫാൻസ് ഓഫ് കോറൽ ദാറ്റ് വേവ് ഇൻ ദ ഓഷ്യൻ കേവൺ. കോറൽ എന്ന് പറഞ്ഞാൽ പവിഴം അല്ലേ? ഓക്കെ, അപ്പം നോക്കൂ. ആൻഡ് റെഡർ ദാൻ ദ ഗ്രേറ്റ് ഫാൻസ് ഓഫ് കോറൽ ദാറ്റ് വേവ് ഇൻ ദ ഓഷ്യൻ കേവൻ. എന്നാ പറയാണ്? കടലിനടിയിൽ ഓളം തല്ലുന്ന പവിഴപ്പുറ്റിനേക്കാൾ ചുവപ്പ് നിറമുള്ളവയാണെന്ന് പറയാണല്ലേ? ബട്ട് ദ വിൻ്റർ ഹാസ് ചിൽഡ് മൈ വെയിൻസ്. പക്ഷേ വിൻ്റർ എന്താണ്? മഞ്ഞുകാലം എൻ്റെ വെയിൻസ് എന്ന് പറഞ്ഞാൽ ഞരമ്പല്ലേ? ഞരമ്പുകളൊക്കെ എന്ത് ചെയ്തു? ചിൽഡ് മീൻസ് മരവിപ്പിച്ചു. ഓക്കെ, ചിൽഡ് മൈ വെയിൻസ്. ആൻഡ് ദ ഫ്രോസ്റ്റ് ഹാസ് നിപ്പിഡ് മൈ ബഡ്സ്. നിപ്പിഡ് മീൻസ് എന്താണ്? നിപ്പിഡ്. യെസ്, നിപ്പിഡ് എന്ന് പറഞ്ഞാൽ ബഡ്സ് നമുക്കറിയാം അല്ലേ? മുകുളങ്ങൾ, അതിൻ്റെ പൂമൊട്ടുകളാണ് പറയുന്നത്. ഫ്രോസ്റ്റ് എന്താണ്? യെസ്, മഞ്ഞല്ലേ? നിപ്പിഡ് മീൻസ് എന്താണ്? നുള്ളിയെടുക്കില്ലേ? അതിനാണ് പറയുന്നത്, നുള്ളിയെടുത്തു. ഓക്കെ, ആൻഡ് ദ ഫ്രോസ്റ്റ് ഹാസ് നിപ്പിഡ് മൈ ബഡ്സ്. മഞ്ഞൻ്റെ മുകുളങ്ങൾ നുള്ളിയെടുത്തു. ആൻഡ് ദ സ്റ്റോം ഹാസ് ബ്രോക്കൺ മൈ ബ്രാഞ്ചസ്. സ്റ്റോം എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, കൊടുങ്കാറ്റല്ലേ? സ്റ്റോം എന്ത് ചെയ്തെന്നാണ് പറയുന്നത്? ബ്രോക്കൺ മൈ ബ്രാഞ്ചസ്. എൻ്റെ കൊമ്പുകളെല്ലാം ഒടിച്ചു കളഞ്ഞു എന്ന് പറയാണ്. ആൻഡ് ഐ ഷാൽ ഹാവ് നോ റോസസ് അറ്റ് ഓൾ ദിസ് ഇയർ. അതുകൊണ്ട് തന്നെ എന്താണ്? ഐ ഷാൽ ഹാവ് നോ റോസസ് അറ്റ് ഓൾ ദിസ് ഇയർ. ഈ വർഷം എങ്കിൽ എന്താണ്? പൂക്കളൊന്നും ഉണ്ടാകില്ല എന്ന് പറയുകയാണല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. വൈ ഡിഡ് ദ നൈറ്റിംഗിൾ ഫ്ലൈ ഓവർ ടു ദ റോസ് ട്രീ. എന്തുകൊണ്ടാണ് നൈറ്റിംഗിൾ റോസ് ട്രീയുടെ മുകളിലൂടെ പറന്നത്? എന്തിനു വേണ്ടിയിട്ടായിരുന്നു? യെസ്, ദ നൈറ്റിംഗിൾ ഫ്ലൂ ഓവർ ദ റോസ് ട്രീ ടു ഗെറ്റ് റിയൽ റോസ് ഫോർ ദ സ്റ്റുഡൻറ്റ് അല്ലേ? റിയൽ റോസ് എന്താണ്? കുട്ടിക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, സ്റ്റുഡൻറ്റിന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നൈറ്റിംഗിൾ റോസ് ട്രീയുടെ മുകളിലൂടെ പറന്നത്. ഓക്കെ, നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. വേർ വാസ് ദ റോസ് ട്രീ ഗ്രോയിങ്. എവിടെയാണ് റോസ് ട്രീ വളരുന്നത്? എവിടെയാണ്? നമുക്കറിയാം എവിടെയായിരുന്നു. യെസ്, ദ റോസ് ട്രീ വാസ് ഗ്രോയിങ് ബിനീത്ത് ദ സ്റ്റുഡൻസ് വിൻഡോ. സ്റ്റുഡൻറ്റിൻ്റെ വിൻഡോയുടെ അടിയിലായിട്ടാണല്ലേ? ദ റോസ് ട്രീ വാസ് ഗ്രോയിങ് ബിനീത്ത് ദ സ്റ്റുഡൻസ് വിൻഡോ. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡിഡ് ദ നൈറ്റിംഗിൾ ഓഫർ ടു ദ റോസ് ട്രീ ടു ഗെറ്റ് എ റെഡ് റോസ്. ഒരു റെഡ് റോസ് കിട്ടാൻ വേണ്ടിയിട്ട് നൈറ്റിംഗിൾ റോസ് ട്രീക്ക് ഓഫർ ചെയ്തത് എന്തായിരുന്നു? ഒരു സ്വീറ്റ് സോങ് പാടിക്കൊടുക്കാമെന്നായിരുന്നല്ലേ? സോ നമുക്ക് ആൻസർ എഴുതാം. ദ നൈറ്റിംഗിൾ ഓഫേർഡ് ഹെർ സ്വീറ്റസ്റ്റ് സോങ് ടു ഗെറ്റ് എ റെഡ് റോസ്. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ. വൈ വാസ് ദ റോസ് ട്രീ അണേബിൾ ടു ഗിവ് എ റെഡ് റോസ്. എന്തുകൊണ്ടാണ് റോസ് ട്രീക്ക് ഒരു റെഡ് റോസ് കൊടുക്കാൻ കഴിയാതിരുന്നത് എന്നാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ്? എന്തൊക്കെ കാരണങ്ങളാണ് അതിന് പറഞ്ഞത്? യെസ്, ദ റോസ് ട്രീ വാസ് അണേബിൾ ടു ഗിവ് എ റെഡ് റോസ് ആസ് ദ വിൻഡർ ഹാസ് ചിൽഡ് ഇറ്റ്സ് വെയിൻ ആൻഡ് ദ ഫ്രോസ്റ്റ് ഹാസ് നിപ്പിഡ് ഇറ്റ്സ് ബഡ്സ്.
ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ഹെഡ് നൗൺ ഇൻ ദ സബ്ജക്റ്റ് പൊസിഷൻ. ഹെഡ് നൗൺ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് സെൻറ്റൻസ് വായിച്ചു നോക്കാം. ദ ബ്യൂട്ടിഫുൾ റോസ് ട്രീ ആൻസേർഡ് ദ നൈറ്റിംഗൽ ദാറ്റ് ഇറ്റ്സ് റോസസ് ആർ ആസ് റെഡ് ആസ് ദ ഫീറ്റ് ഓഫ് ദ ഡോവ്. അപ്പോൾ ഈ തന്നിട്ടുള്ള സെൻറ്റൻസിൽ ഹെഡ് നൗൺ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹെഡ് നൗൺ ഏതാണ്? യെസ്, ദ ബ്യൂട്ടിഫുൾ റോസ് ട്രീ. ദ ബ്യൂട്ടിഫുൾ റോസ് ട്രീ എന്നുള്ളതാണ് ഇവിടെ ഹെഡ് നൗൺ. Then question 6 to 9, read the lines from the poem The Village Blacksmith and answer the questions that follow. എന്താണ്? യെസ്, The Village Blacksmith എന്ന പോയത്തിലെ വരികളാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത്. അത് വായിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് പോയത്തിലെ വരികളൊന്ന് വായിച്ച് നോക്കാം. അണ്ടർ എ സ്പ്രെഡിങ് ചെസ്റ്റ്നട്ട് ട്രീ ദ വില്ലേജ് സ്മിത്തി സ്റ്റാൻഡ്. വില്ലേജ് സ്മിത്തി എവിടെയാണ് നിൽക്കുന്നത്? എവിടെയാണെന്ന് പറയുന്നത്? യെസ്, അണ്ടർ എ സ്പ്രെഡിങ് ചെസ്റ്റ്നട്ട് ട്രീ, അതായത് പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു ചെസ്റ്റ്നട്ട് ട്രീയുടെ ചുവട്ടിലാണ് അണ്ടർ, അതായത് അതിൻ്റെ ചുവട്ടിലാണ് ആര് നിൽക്കുന്നത്? യെസ്, നാട്ടിൻ പുറത്തെ കൊല്ലൻ്റെ ആല എന്ന് പറയുകയാണല്ലേ. ദ സ്മിത്ത് മൈറ്റി മാൻ ഈസ് ഹി വിത്ത് ലാർജ് ആൻഡ്സ് ഇൻ വേ ഹാൻഡ്സ്. എങ്ങനെയുള്ള ആളാണ് ദ സ്മിത്ത്? എങ്ങനെയുള്ള ആളാണ് കൂട്ടുകാരെ? നല്ല ആരോഗ്യമുള്ള മനുഷ്യരാണല്ലേ. ദ മൈറ്റി മാൻ ഈസ് ഹി വിത്ത് ലാർജ് ആൻഡ് സിൻവേ ഹാൻഡ്. എങ്ങനത്തെ ഹാൻഡ്സാണ്? ബലിഷ്ഠങ്ങളും അതുപോലെ തന്നെ വിശാലവുമായിരുന്നില്ലേ. ലാർജായ വിശാലവുമായിട്ടുള്ള ഹാൻഡ്സ് ആയിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നെന്ന് പറയാണ്. ആൻഡ് ദ മസിൽ ഓഫ് ഹിസ് ബ്രോണി ആംസ് ആർ സ്ട്രോങ് ആസ് അയൺ ബാൻഡ്സ്. ദെൻ അദ്ദേഹത്തിൻ്റെ ആംസിനെ കുറിച്ച് പറയാണ്. ആൻഡ് ദ മസിൽ ഓഫ് ഹിസ് ബ്രോണി ആംസ്. ബ്രൗണി ആംസ് എന്ന് പറയുന്നത് യെസ്, തവിട്ട് നിറമുള്ള കൈകളിലെ മസിലുകളൊക്കെ എന്താണ്? യെസ്, ആർ സ്ട്രോങ് ആസ് അയേൺ ബാൻഡ്സ്. അയേൺ ബാൻഡ്സ് പോലെ എന്തായിരുന്നു? ബലമുള്ളതായിരുന്നു, സ്ട്രോങ് ആയിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് 6th ക്വസ്റ്റ്യൻ നോക്കാം. വേർ ഡസ് ദ വില്ലേജ് സ്മിത്തി സ്റ്റാൻഡ്? എവിടെയാണ് വില്ലേജ് സ്മിത്തി നിൽക്കുന്നത്? എവിടെയാണ്? യെസ്, നമുക്കറിയാം, ഫസ്റ്റ് വരിയിൽ തന്നെ പറയുന്നുണ്ടല്ലേ. യെസ്, ദ വില്ലേജ് സ്മിത്തി സ്റ്റൂഡ് അണ്ടർ എ സ്പ്രെഡിങ് ചെസ്റ്റ്നട്ട് ട്രീ. ഒരു പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ചെസ്റ്റ്നട്ട് ട്രീക്ക് താഴെയാണ് വില്ലേജ് സ്മിത്തി നിൽക്കുന്നത്. അപ്പോൾ ആൻസർ എന്താണ്? യെസ്, ദ വില്ലേജ് സ്മിത്തി സ്റ്റൂഡ് അണ്ടർ എ സ്പ്രെഡിങ് ചെസ്റ്റ്നട്ട് ട്രീ. ഓക്കെ, ഇതിന് 7ാമത്തെ ചോദ്യം നോക്കാം. ഹൗ ആർ ദ സ്മിത്ത്സ് ഹാൻഡ്സ് ഡിസ്ക്രൈബ്ഡ്? എങ്ങനെയാണ് സ്മിത്തിൻ്റെ കൊല്ലൻ്റെ ഹാൻഡ്സ് എന്ന് പറഞ്ഞാൽ യെസ്, കൈകൾ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് നോക്കൂ. യെസ്, ദ സ്മിത്ത് ഹാൻഡ്സ് വേർ ലാർജ് ആൻഡ് സ്വിൻവി. ദ സ്മിത്തിൻ്റെ ഹാൻഡ്സ് എങ്ങനെയുള്ള ലാർജുമായിരുന്നു, സ്വിൻവി ആയിരുന്നു എന്ന് പറയുന്നുണ്ട് അല്ലേ. വിശാലവും ബലിഷ്ഠങ്ങളുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആൻഡ് ദ മസിൽ ഓഫ് ഹിസ് ബ്രോണി ആംസ് ആസ് സ്ട്രോങ് ആസ് അയൺ ബാൻഡ്സ്. വിച്ച് പോയറ്റിക് ഡിവൈസസ് യൂസ്ഡ് ദിസ് ലൈൻസ്? ഏത് പോയറ്റിക് ഡിവൈസാണ് ഈ വരികളിൽ ഉപയോഗിച്ചിട്ടുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. മസിൽ വിത്ത് ബ്രോണി ആംസ് ആസ് സ്ട്രോങ് ആസ് അയൺ ബാൻഡ്സ് എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പോയറ്റിക് ഡിവൈസ് ഏതാണ്? അതേ, സിമിലി ആണല്ലേ, ഉപമയാണ് സിമിലി. ഓക്കെ, ദെൻ ഫൈൻഡ് ഔട്ട് ആൻ എക്സാമ്പിൾ ഓഫ് വിഷ്വൽ ഇമേജ് ഫ്രം ദ ലൈൻസ് ഗിവൺ. അപ്പോൾ ഈ തന്നിട്ടുള്ള ലൈൻസിൽ വിഷ്വൽ ഇമേജിൻ്റെ ഒരു എക്സാമ്പിൾ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വിഷ്വൽ ഇമേജിൻ്റെ എക്സാമ്പിളാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? നമുക്ക് ഏതൊക്കെ എഴുതാം? യെസ്, ദ സ്പ്രെഡിങ് ചെസ്റ്റ്നട്ട് ട്രീ എഴുതാം, സിൻവി ഹാൻഡ്സ്, ദ മസിൽസ്, ബ്രോണി ആംസ്. അപ്പോൾ എക്സാമ്പിൾസ് കൂട്ടുകാർ ഇതുപോലെ കണ്ടെത്തി എഴുതുക. ഓക്കെ, ദെൻ Question 10 to 14. Read the passage and answer the questions that follow. നമുക്കിവിടെ ഒരു പാസേജ് നൽകിയിട്ടുണ്ട്. അത് വായിച്ച് താഴെ നൽകിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനായി പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഓക്കെ, നമുക്ക് ഈ സ്റ്റോറി ഒന്ന് വായിച്ച് നോക്കാം. There was king with only one leg and one eye, but was generous and competent as a ruler. എന്താണ്? There was, അവിടെ ഒരു കിങ് ഉണ്ടായിരുന്നില്ല. എങ്ങനത്തെ കിങ് ആയിരുന്നു? ഒരു കാലും ഒരു കൈയുമുള്ള ഒരു കണ്ണുമുള്ള, ഓക്കെ, ലെഗും വൺ ഐ, ഒരു ഒറ്റ കണ്ണും ഒറ്റ കൈയുമുള്ള ഒരു കിങ് ഉണ്ടായിരുന്നു. വൺ ഡേ വൈൽ വാക്കിംഗ് ഇൻ ഹിസ് പാലസ് ദ കിങ് നോട്ടീസ് പോർട്രേറ്റ്സ് ഓഫ് ഹിസ് ആൻസിസ്റ്റേഴ്സ് അലോങ് ദ ഹോൾവേ. ഒരു ദിവസം അയാൾ എന്താണ് കിങ് ഇങ്ങനെ പാലസിലൂടെ നടക്കുമ്പോൾ എന്ത് നോട്ടീസ് ചെയ്യാണ്? യെസ്, പോർട്രേറ്റ്സ് ഓഫ് ഹിസ് ആൻസിസ്റ്റേഴ്സ് അലോങ് ദ ഹോൾവേ. ഹോൾവേയിൽ അദ്ദേഹത്തിൻ്റെ ആൻസിസ്റ്റേഴ്സിൻ്റെയൊക്കെ പോർട്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഛായാചിത്രങ്ങൾ കണ്ടു. He also wanted his portrait painted by an artist, but
was unsure how it would turn out due to his physical abnormalities. അപ്പം അദ്ദേഹത്തിനും എന്താണ് ഒരു ആഗ്രഹം തോന്നുകയാണല്ലോ, ഒരു പോർട്രേറ്റ് ഇതുപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്യണം എന്നൊരു ആഗ്രഹം തോന്നുകയാണ്. പക്ഷെ എന്താണ് ബട്ട് വാസ് അൺഷുവർ ഹൗ ഇറ്റ് വുഡ് ടേൺ ഡ്യൂ ടു ഹിസ് ഫിസിക്കൽ അബ്നോർമാലിറ്റീസ്. അതായത് അദ്ദേഹത്തിന് ഫിസിക്കൽ അബ്നോർമാലിറ്റീസ് ഇല്ല, അതുകൊണ്ട് അത് എങ്ങനെയാവുമെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു, ഒരു ഉറപ്പില്ലായിരുന്നു, അത് ഇത്തിരി ഭംഗി ഉണ്ടാവുമെന്നൊന്നും അദ്ദേഹത്തിന് എന്താണ് അൺഷുവർ ആയിരുന്നു. The king invited all the painters across the kingdom and asked who could paint a beautiful picture of him. Then എന്താണ് കിങ് പെയിൻറ്റേഴ്സിനൊക്കെ ഇൻവൈറ്റ് ചെയ്യാനല്ലേ ടു അക്രോസ് ദ കിങ്ഡം ആൻഡ് ആസ്ക്ഡ്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നു ഹൂ കുഡ് പെയിൻറ്റ് എ ബ്യൂട്ടിഫുൾ പിക്ചർ ഓഫ് ഹിം. അദ്ദേഹത്തിൻ്റെ ഒരു മനോഹരമായ ചിത്രം ആര് വരയ്ക്കുമെന്ന് ചോദിച്ചു. ദ പെയിൻറ്റേഴ്സ് were confused about how to make a beautiful picture of the king with only one leg and one eye. പക്ഷെ എന്താണ് പെയിൻറ്റേഴ്സ് കൺഫ്യൂസ്ഡ് ആയിരുന്നില്ല. എന്തുകൊണ്ടാണ് അബൌട്ട് ഹൗ ടു മേക്ക് എ ബ്യൂട്ടിഫുൾ പിക്ചർ ഓഫ് ദ കിങ് വിത്ത് ഓൺലി വൺ ലെഗ് ആൻഡ് വൺ ഐ. ഒരു കാലും ഒരു കണ്ണുമുള്ള ഒരു കിങ്ങിൻ്റെ ചിത്രം എങ്ങനെ മനോഹരമായിട്ട് അവരെങ്ങനെ വരയ്ക്കുന്നവർ കൺഫ്യൂസ്ഡ് ആയിരുന്നില്ല, ആകാശക്കുഴപ്പത്തിലായിരുന്നു. ഓൾ ദ പെയിൻറ്റേഴ്സ് പൊളൈറ്റ്ലി റിഫ്യൂസ് ടു മേക്ക് പെയിൻറ്റിങ് ഓഫ് ദ കിങ്. എന്താണ് എല്ലാ പെയിൻറ്റേഴ്സും എന്താണ് വളരെ പൊളൈറ്റോട് കൂടിയിട്ട് എന്ത് ചെയ്യാണ് കിങ്ങിൻ്റെ പെയിൻറ്റിങ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ റിഫ്യൂസ് ചെയ്യാണ്, നിരസിക്കുകയാണ്, ആരും തന്നെ അതിന് തയ്യാറാവുന്നില്ല. ദ വൺ യങ് പെയിൻറ്റർ കെയിം ഫോർവേഡ് ആൻഡ് എൻഷുർ ടു മേക്ക് എ ബ്യൂട്ടിഫുൾ പോർട്രേറ്റ് ഓഫ് ദ കിങ്. ദെൻ എന്താണ് ഒരു യങ് പെയിൻറ്റർ അല്ലേ, ഒരു യങ് പെയിൻറ്റർ മുന്നോട്ട് വരികയാണല്ലേ. ദെൻ എൻഷുർ ടു മേക്ക് എ ബ്യൂട്ടിഫുൾ പോർട്രേറ്റ് ഓഫ് ദ കിങ്. ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ് ദ യങ്ങർ പെയിൻറ്റർ അൺവെയിൽഡ് ദ പോർട്രേറ്റ് ഇൻ ദ കോർട്ട് ഇൻ വിച്ച് ദ കിങ് വാസ് സീൻ സിറ്റിംഗ് ഓൺ ദ ഹോഴ്സ് വിത്ത് വൺ ലെഗ് വിസിബിൾ ഹോൾഡിംഗ് ഹിസ് ബോ ആൻഡ് എയിമിംഗ് ദ ആരോ വിത്ത് വൺ ഐ ക്ലോസ്ഡ്. അപ്പോൾ എന്താ കൂട്ടുകാരെ ചെയ്തത് യങ് പെയിൻറ്റർ എങ്ങനെയുള്ളൊരു ചിത്രമാണ് വരച്ചു കൊടുത്തിട്ടുള്ളത് നോക്കൂ. ദ കിങ് വാസ് സീൻ സിറ്റിംഗ് ഓൺ ദ ഹോഴ്സ് വിത്ത് വൺ ലെഗ് വിസിബിൾ. ഒരു വൺ ലെഗ് വിസിബിൾ ആയിട്ട് നമ്മളിപ്പോൾ കുതിരപ്പുറത്തിരിക്കുമ്പോൾ ഒരു സൈഡിലല്ലേ വിസിബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ വൺ ലെഗ് വിസിബിളും അതുപോലെ തന്നെ ഹോൾഡിംഗ് ഇസ് ബോ ആൻഡ് എയിമിങ് ആരോ വിത്ത് വൺ ഐ ക്ലോസ്ഡ്. ഒരു ഐ ക്ലോസ് ചെയ്തിട്ട് എയിം ചെയ്തിട്ടില്ല, ഒരു ആരോ എയിം ചെയ്ത് നിൽക്കുന്ന ഒരു ഫോട്ടോ ആയിരുന്നു ആര് വരച്ചിട്ടുണ്ടായിരുന്നത്? യെസ്, യങ് പെയിൻറ്റർ വരച്ചത്. ദർ വാസ് നോ സൈൻ ഓഫ് ഫിസിക്കൽ ഡിഫിഷ്യൻസീസ് ഇൻ ദ കിങ് ഇൻ ദ പെയിൻറ്റിങ്. പെയിൻറ്റിങ്ങിൽ എന്താണ് നമ്മുടെ കിങ്ങിൻ്റെ ഫിസിക്കൽ ഡിഫിഷ്യൻസീസ് ഒന്നും തന്നെ ഇതിൽ കാണാനുണ്ടായിരുന്നില്ല. ദ കിങ് വാസ് പ്ലീസ് ടു സീ ദാറ്റ് പെയിൻറ്റർ ഹാഡ് ക്രിയേറ്റീവ്ലി പ്രസൻറ്റഡ് ദ കിങ് പോസിറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ബട്ട് നോട്ട് ഹൈലൈറ്റഡ് ദ അബ്നോർമാലിറ്റീസ്. എന്തായിരുന്നു കിങ് വളരെയധികം സന്തോഷത്തിലായല്ലേ. ടു സീ ദ പെയിൻറ്റർ ഹാഡ് ക്രിയേറ്റീവ്ലി പ്രസൻറ്റഡ് ദ കിങ്. ക്രിയേറ്റീവായിട്ട് എങ്ങനെയാണ് കിങ് പോസിറ്റീവ് ക്യാരക്ടറിസ്റ്റിക്, കിങ്ങിൻ്റെ പോസിറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പ്രസൻറ്റ് ചെയ്യുകയും ചെയ്തു. ബട്ട് നോട്ട് ഹൈലൈറ്റഡ് ദ അബ്നോർമാലിറ്റീസ്. പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, അബ്നോർമാലിറ്റീസ് ഒന്നും ഹൈലൈറ്റ് ചെയ്യാണ്ട് അദ്ദേഹത്തിൻ്റെ പോസിറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു ഒരു പ്രസൻറ്റേഷനാണ് അല്ലെ, ഒരു ക്രിയേറ്റിവിറ്റിയാണ് അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കണ്ടപ്പോൾ എന്താണ് കിങ്ങിന് വളരെയധികം സന്തോഷമായി. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. വാട്ട് were the physical abnormalities of the king? എന്തൊക്കെയായിരുന്നു കിങ്ങിൻ്റെ ഫിസിക്കൽ അബ്നോർമാലിറ്റീസ് എന്നാണ് ചോദിച്ചത്. എന്തൊക്കെയാണ്? യെസ്, ദ കിങ് ഹാസ് ഓൺലി വൺ ഐ ആൻഡ് വൺ ലെഗ്. കിങ്ങിന് എന്താണ് ഒരു കണ്ണും ഒരു കാലുമാണ് ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. ദ കിങ് ഹാസ് ഓൺലി വൺ ഐ ആൻഡ് വൺ ലെഗ്. ദെൻ വാട്ട് ഡിഡ് ദ കിങ് നോട്ടീസ് വൈൽ ഹി വാസ് വാക്കിംഗ് ഇൻ ദ പാലസ്? വാട്ട് ഡിഡ് ദ കിങ് നോട്ടീസ് വൈൽ ഹി വാസ് വാക്കിംഗ് ഇൻ ദ പാലസ്? പാലസിലൂടെ നടക്കുമ്പോൾ കിങ് എന്താണ് നോട്ടീസ് ചെയ്തത്? എന്തായിരുന്നു? യെസ്, വൈൽ വാക്കിംഗ് ഇൻ ഹിസ് പാലസ് ദ കിങ് നോട്ടീസ് ദ പോർട്രേറ്റ് ഓഫ് ഹിസ് ആൻസിസ്റ്റേഴ്സ് അലോങ് ദ ഹോൾവേയിലുള്ള പോർട്രേറ്റ്സ് അല്ലേ, അദ്ദേഹത്തിൻ്റെ ആൻസിസ്റ്റേഴ്സിൻ്റെ പോർട്രേറ്റ്സ് ആണ് അദ്ദേഹം പാലസിലൂടെ നടക്കുമ്പോൾ നോട്ടീസ് ചെയ്തത്. ആൻസർ എന്താണ്? വൈൽ വാക്കിംഗ് ഇൻ ഹിസ് പാലസ് ദ കിങ് നോട്ടീസ് ദ പോർട്രേറ്റ്സ് ഓഫ് ഹിസ് ആൻസിസ്റ്റേഴ്സ് അലോങ് ദ ഹോൾവേ. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൈ were the painters confused? എന്തുകൊണ്ടാണ് പെയിൻറ്റേഴ്സ് കൺഫ്യൂസ്ഡ് ആയിട്ടാണെന്ന് ചോദിച്ചില്ല. എന്തുകൊണ്ടാണ്? യെസ്, ദ പെയിൻറ്റേഴ്സ് were confused about how to make a beautiful picture of the king with only one leg and one eye. പെയിൻറ്റേഴ്സ് ഒക്കെ കൺഫ്യൂസ് ആയിരുന്നു. എന്തുകൊണ്ടാണ്? എങ്ങനെ ഒരു ഒറ്റ കണ്ണും ഒറ്റക്കാലുമുള്ള കിങ്ങിനെ എങ്ങനെ ബ്യൂട്ടിഫുൾ, അദ്ദേഹത്തിൻ്റെ എങ്ങനൊരു മനോഹരമായൊരു ചിത്രം നിർമ്മിക്കുമെന്ന് പെയിൻറ്റേഴ്സൊക്കെ എന്താണ്? യെസ്, കൺഫ്യൂസ്ഡ് ആയിരുന്നു.
Then how did the painter cleverly hide the abnormalities of the king in his portrait? എങ്ങനെയാണ് ആ പെയിൻറ്റർ വളരെ ബുദ്ധിപൂർവ്വം അല്ലേ ക്ലെവറായിട്ട് അബ്നോർമാലിറ്റീസ് ഓഫ് ദ കിങ്ങിൻ്റെ അബ്നോർമാലിറ്റീസ് ഒക്കെ ഹൈഡ് ചെയ്തുകൊണ്ടൊരു പോർട്രേറ്റ് വരച്ചത് എങ്ങനെയാണെന്നാണ് ചോദിച്ചത്. എങ്ങനെയായിരുന്നു? യെസ്, ദ പെയിൻറ്റർ ക്ലെവർലി ഹൈഡ് ദ അബ്നോർമാലിറ്റീസ് ഓഫ് ദ കിങ് ബൈ ഡ്രോയിങ് ദ പോർട്രേറ്റ് ഓഫ് ദ കിങ് സിറ്റിംഗ് ഓൺ ദ ഹോഴ്സ് വിത്ത് വൺ ലെഗ് വിസിബിൾ, ദെൻ ഹോൾഡിംഗ് ഹിസ് ബോ ആൻഡ് എയിമിംഗ് ദ ആറോ വിത്ത് വൺ ഐ ക്ലോസ്ഡ്. ഇതൊക്കെ നമ്മൾ എന്താണ് ഈ പാസേജിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കൂട്ടുകാർ എടുത്തെഴുതിയാൽ മതി. ഓക്കെ, then give a suitable title to the story. ഈ സ്റ്റോറിക്ക് ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈറ്റിൽ നൽകാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്ത് എഴുതാം? ദ ഗ്രേറ്റ് പെയിൻറ്റർ എന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതിന് സ്യൂട്ടാവുന്ന എന്ത് ചെയ്യുക, ഒരു ടൈറ്റിൽ നൽകുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 15 to 16. ആൻസർ എനി വൺ ഓഫ് ദ ഫോളോയിങ്. ഏതെങ്കിലും ഒന്നിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 15, 16 ഏതെങ്കിലും ഒന്നിന് ഉത്തരം എഴുതിയാൽ മതി. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. The story light on the hills about a boy who wants to do beautiful picture. He finally came up with a wonderful painting, appreciated everyone. He was filled with the thoughts of his sister that day, poured down his feelings in the ഫോം ഓഫ് എ ഡയറി. പ്രിപ്പയർ എ ലൈക്ലി ഡയറി എൻട്രി. അപ്പോൾ ഡയറി എൻട്രി ആണല്ലേ നമ്മളോട് എഴുതാൻ പറഞ്ഞത്. എന്താണ്? ദ സ്റ്റോറി ലൈറ്റ് ഓൺ ദി ഹിൽസ് എബൌട്ട് ബോയ് ഹൂ വാണ്ട്സ് ടു ഡ്രൂ എ ബ്യൂട്ടിഫുൾ പിക്ചർ. ദ സ്റ്റോറി ലൈറ്റ് ഓൺ ദി ഹിൽസ് അല്ലേ. ലൈറ്റ് ഓൺ ദി ഹിൽസ് എന്തിനെ കുറിച്ചാണ്? യെസ്, എ ബോയ് ഹൂ വാണ്ട്സ് ടു ഡ്രൂ എ ബ്യൂട്ടിഫുൾ പിക്ചർ. ഒരു മനോഹരമായ ചിത്രം വരയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ആൺകുട്ടിയെ കുറിച്ചുള്ളതായിരുന്നല്ലേ. ഹി ഫൈനലി കെയിം അപ്പ് വിത്ത് എ വണ്ടർഫുൾ പെയിൻറ്റിങ് അപ്രീഷിയേറ്റഡ് ബൈ എവരി വൺ. അവസാനം എന്താണ്? അവനൊരു മനോഹരമായ അത്ഭുതകരമായ ഒരു പെയിൻറ്റിങ് വരച്ച് എല്ലാവരും എന്താണ് അവനെ അപ്രിഷ്യേറ്റ് ചെയ്തു അല്ലേ. ഹി വാസ് ഫിൽഡ് വിത്ത് ദ തോട്ട്സ് ഓഫ് ഹിസ് സിസ്റ്റർ ദാറ്റ് ഡേ പോർഡ് ഡൗൺ ഹിസ് ഫീലിങ്സ് ഇൻ ഫോം ഓഫ് എ ഡയറി. അപ്പോൾ എന്താണ്? അവൻ്റെ സിസ്റ്ററിനെ കുറിച്ചിട്ടൊക്കെ ചിന്തിക്കുകയാണല്ലേ. അപ്പോൾ ആ ഡയറി എൻട്രിയാണ് നമ്മളോട് ഇവിടെ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡയറി എൻട്രി എഴുതുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? യെസ്, നമുക്ക് എന്ത് ചെയ്യാം? ഡേ നിർബന്ധമാണ്. അതുപോലെ തന്നെ ഡയറി എഴുതുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ എഴുതുന്ന കാര്യങ്ങളൊക്കെ ഏത് ടെൻസിലായിരിക്കണം? അതേ, പാസ്റ്റ് ടെൻസിലായിരിക്കണം. അപ്പോൾ നമ്മൾ എഴുതുന്നത് എന്താണ്? പാസ്റ്റ് ടെൻസിലാണ് വരേണ്ടത്. അതായത് കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ നമ്മൾ ഡയറിയിൽ എഴുതുന്നത്. ഓക്കെ, നമുക്കിനി നോക്കാം. ഡയറി നോക്കാം. Today was incredible. I have been dreaming of creating beautiful picture for so long, and finally it happened. അവസാനം അത് സംഭവിച്ചു. I poured my heart into the thinking of my dear sister all the while. The joy of everyone appreciating my painting is beyond words. I feel grateful and inspired to keep expressing my feeling through art. Until next time. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? യെസ്, ഇതുപോലെ ഡയറി എൻട്രി തയ്യാറാക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റോസ പാർക്സ് ഈസ് കോൾഡ് ദ ഫസ്റ്റ് ലേഡി ഓഫ് സിവിൽ റൈറ്റ്സ് ആൻഡ് ദ മദർ ഓഫ് ദ ഫ്രീഡം മൂവ്മെൻറ്റ് ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. റൈറ്റ് എ പാരഗ്രാഫ് അബൌട്ട് ദ ഇൻസിഡൻറ്റ് ദാറ്റ് ലെഡ് ടു ദ അറസ്റ്റ് ഓഫ് റോസ പാർക്സ് ഇൻ ദ ടൗൺ മോണ്ട്ഗോമറി. അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ? യെസ്, ഒരു പാരഗ്രാഫ് എഴുതണം അല്ലേ. എന്ത് ഇൻസിഡൻറ്റിനെ കുറിച്ചാണ്? യെസ്, ലെഡ് ടു ദ അറസ്റ്റ് ഓഫ് റോസ പാർക്സ് അല്ലേ. റോസ പാർക്കിൻ്റെ അറസ്റ്റിനെ കുറിച്ചിട്ടുള്ളൊരു പാരഗ്രാഫ് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഓക്കെ, നമുക്ക് ആൻസർ എഴുതാം. Rosa Parks became an icon of the civil rights movement because of her brave action of Montgomery bus. One day after a long day of work, she boarded the bus and sat in the section reserved for back passengers. When the white section filled up, the driver demanded that Rosa Parks give up her seat for a white passenger, but she refused to give in to his unjust demand. He refused to move sparkled social movement in history, leading to her arrest. The single act of defiance became catalyst the Montgomery. Yes, എന്താ പറയുന്നത്? യെസ്, റോസ പാർക്സ് became an icon of the civil rights movement because her brave action on Montgomery ബസ്സിലുണ്ടായ അവളുടെ ഒരു ബ്രേവ് ആക്ഷനിലൂടെയാണ് എന്താണ് അവൾ സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റ് ഐക്കണായി മാറിയിട്ടുള്ളത്. വൺ ഡേ ആഫ്റ്റർ എ ലോങ് ഡേ ഓഫ് വർക്ക്, ഒരു ദിവസത്തെ അവളുടെ ലോങ് ഡേ ഓഫ് വർക്കിന് ശേഷം ഷീ ബോർഡ് ദ ബസ് ആൻഡ് സാറ്റ് ഇൻ ദ സെക്ഷൻ റിസർവ്ഡ് ഫോർ ബ്ലാക്ക് പാസഞ്ചേഴ്സ്. അപ്പോൾ അവൾ എന്ത് ചെയ്യാണ്? ബസ്സിൽ കയറിയിട്ട് ബ്ലാക്ക് പാസഞ്ചേഴ്സിന് റിസർവ് ചെയ്തുള്ള സീറ്റിലിരിക്കുകയാണ്. വെൻ ദ വൈറ്റ് സെക്ഷൻ ഫിൽഡ് അപ്പ്, ദ ഡ്രൈവർ ഡിമാൻഡഡ് ദ റോസ പാർക്സ് ഗിവ് അപ്പ് ഹെർ സീറ്റ് ഫോർ എ വൈറ്റ് പാസഞ്ചർ. അപ്പോൾ വൈറ്റ്
വൈറ്റ് സെക്ഷനിൽ ഫില്ലായി നോക്കുമ്പോൾ ഡ്രൈവർ എന്താണ് ഡിമാൻഡ് ചെയ്യുകയാണല്ലോ റോസാ പാർക്സിനോട് അവിടുന്ന് സീറ്റിൽ നിന്ന് നീക്കാൻ പറയുകയാണ് ഫോർ എ വൈറ്റ് പാസഞ്ചറിന് വേണ്ടിയിട്ട് അവൾ ഇരുന്ന സീറ്റിൽ നിന്ന് അവളോട് നീക്കാൻ പറയുകയാണ്. ബട്ട് ഷീ റിഫ്യൂസ് ടു ഗീവ് ടു ഹിസ് അൺജസ്റ്റ് ഡിമാൻഡ്. അപ്പോൾ ആ ജസ്റ്റ് അതായത് നീതിയില്ലാത്ത ആ ഡിമാൻഡ് അവരുടെ ആ ഡിമാൻഡ് എന്താണ്? യെസ്, ബട്ട് ഷീ റിഫ്യൂസ്, അവൾ നിരസിച്ചു. ഹെർ റിഫ്യൂസൽ ടു മൂവ് സ്പാർക്ക്ഡ് എ പൊസിഷണൽ മൊമെന്റ് ഇൻ ഹിസ്റ്ററി ലീഡിങ് ടു ഹെർ അറസ്റ്റ്. ദ സിംഗിൾ ആക്ട് ഓഫ് ഡിവിഷൻസ് ബിക്കെയിം കാറ്റലിസ്റ്റ് ഫോർ ദ മോണ്ട്ഗോമറി. അപ്പോൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക്? യെസ്, ദെൻ Montgomery bus boycott and played crucial role in the fight against racial segregation in the United States. അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങളും ഇതുപോലെ ആ ഒരു ചെറിയ പാരഗ്രാഫ് എഴുതുക. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 17 to 19 ആൻസർ എനി 2 ഓഫ് ദ ഫോളോയിങ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഏതെങ്കിലും രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നിന് എഴുതിയാൽ മതി. ഓക്കെ, ഇത് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ സ്റ്റോറി ഓഫ് നൈറ്റിംഗേൽ ആൻഡ് ദ റോസ് tell us about the strong bond between man and the nature. The Nightingale and the Rose എന്ന സ്റ്റോറി എന്താണ് നമ്മളോട് പറയുന്നത്? സ്ട്രോങ് ബോണ്ട് ബിറ്റ്വീൻ മാൻ ആൻഡ് ദ നേച്ചറും മാനും തമ്മിലുള്ള സ്ട്രോങ് ബോണ്ടിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. ആസ് എ പാർട്ട് ഓഫ് ദ ഇംഗ്ലീഷ് വീക്ക്, ദ ഇംഗ്ലീഷ് ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഹാസ് ഡിസൈഡ് ടു കണ്ടക്ട് എ സെമിനാർ ഓൺ ദ ടോപ്പിക് മാൻ ആൻഡ് നേച്ചർ. ഇംഗ്ലീഷ് വീക്കിൻ്റെ ഭാഗമായിട്ട് എന്താണ് ഇംഗ്ലീഷ് ക്ലബ്, നിങ്ങളുടെ സ്കൂളിലെ ഇംഗ്ലീഷ് ക്ലബ്ബ് മാൻ ആൻഡ് നേച്ചർ എന്ന വിഷയത്തിൽ ഒരു സെമിനാർ കണ്ടക്ട് ചെയ്യുകയാണ്. ആസ് ദ സെക്രട്ടറി ഓഫ് ദി ഇംഗ്ലീഷ് ക്ലബ് പ്രിപ്പയർ എ നോട്ടീസ് ഫോർ ദ പർപ്പസ്. ഈ പർപ്പസിന് വേണ്ടി നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു നോട്ടീസ് പ്രിപ്പയർ ചെയ്യാനാണല്ലേ. ഓക്കെ, നമുക്കൊരു മാതൃക നോക്കിയാലോ. ഫസ്റ്റ് എന്ത് ചെയ്യുക? നിങ്ങൾ ബോർഡറൊക്കെ വരച്ച് മനോഹരമായിട്ട് നോട്ടീസ് തയ്യാറാക്കുക. ദ നോട്ടീസ് സെമിനാർ ഓൺ മാൻ ആൻഡ് നേച്ചർ. ദെൻ ഇംഗ്ലീഷ് ക്ലബ് അറ്റ് AVHSS പൊന്നാനി ഈസ് ഹോസ്റ്റിംഗ് എ സെമിനാർ അബൌട്ട് മാൻ ആൻഡ് നേച്ചർ. കം ജോയിൻ അസ് ഓൺ 26 December 2013 at 3:30 p.m. to explore our connection with nature. All students are welcome. Then Abida Anil, English Club Secretary. നിങ്ങൾക്ക് എന്ത് ചെയ്യുക? നിങ്ങളുടെ പേരൊക്കെ എഴുതി ഈ നോട്ടീസ് തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ, ദ നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. റോസ പാർക്സ് ആൻ അമേരിക്കൻ സിവിൽ റൈറ്റ്സ് activist. The incident that happened in Montgomery led to the historic judgment of the Supreme Court. You have decided to write a letter to appreciate Rosa Parks for the courage and willpower fight against with white people in USA. Prepare the likely letter. എന്താണ് നിങ്ങൾ തീരുമാനിക്കാൻ? എന്താണ് ഒരു ലെറ്റർ എഴുതാനല്ലേ. ആ റോസ പാർക്കിനെ അപ്രിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്, അവളുടെ കറേജിനെയും അതുപോലെ തന്നെ വിൽ പവറൊക്കെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ട് റോസ പാർക്കിന് എഴുതണം ഒരു ലെറ്റർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ലെറ്റർ എഴുതുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? പ്ലേസ് എഴുതണം, ഡേറ്റ് എഴുതണം. പ്ലേസ് നമുക്ക് എഴുതാം മോണ്ട്ഗോമറി. ദെൻ ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡേറ്റ് എഴുതാവുന്നതാണ്. ഓക്കെ, ഇത് നെക്സ്റ്റ് നോക്കൂ. എന്താണ്? Dear Rosa Parks, then I want to thank you for your bravery and strength in standing up against injustice. Your action in Montgomery inspired a historic Supreme Court ruling. Your courage is truly remarkable and has made a lasting impact on civil rights in the USA. With deep admiration, അനിൽ. നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ഇതുപോലൊരു ലെറ്റർ എഴുതാവുന്നതാണ്. ഓക്കെ, ദ നെക്സ്റ്റ് നമുക്ക് കൊടുത്തുള്ള പ്രൊഫൈലാണ്. പ്രിപ്പയർ എ പ്രൊഫൈൽ ഓഫ് ഖലീൽ ജിബ്രാൻ യൂസിങ് ദ ഹിൻസ് ഗിവൺ. നെയിം ഖലീൽ ജിബ്രാൻ, ബർത്ത് ഓഫ് 6 January 1883, മൗണ്ട് ലെബനൻ, ദ നാഷണാലിറ്റി ലെബനീസ് ആൻഡ് അമേരിക്കൻ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? തന്നിട്ടുള്ള ഹിൻസ് ഉണ്ടല്ലോ, ഈ ഹിൻസ് ഉപയോഗിച്ചുകൊണ്ട് പ്രൊഫൈൽ തയ്യാറാക്കുക. അപ്പോൾ ഖലീൽ ജിബ്രാൻ്റെ പ്രൊഫൈലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാരെന്ത് ചെയ്യുക? ഇതുപോലുള്ള ഈ പ്രൊഫൈൽ തന്നെ ആവില്ല നമുക്ക് എക്സാമിന് വരിക, നമുക്ക് മറ്റാരെങ്കിലും കുറിച്ചുള്ള പ്രൊഫൈലാവും. അപ്പോൾ എന്ത് ചെയ്യുക? ഈ മാതൃക പോലെ നിങ്ങളപ്പോൾ പ്രൊഫൈൽ തയ്യാറാക്കുക. ദെൻ ക്വസ്റ്റ്യൻ 20 to 24 നോക്കാം നമുക്ക്. സ്റ്റഡി ദ ഡയഗ്രാം ഓൺ ദ നെഗറ്റീവ് ഇമ്പാക്ട്സ് ഓഫ് സോഷ്യൽ മീഡിയ ഓൺ സ്റ്റുഡൻസ് ലൈഫ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. ഗ്രാഫ് നൽകിയിട്ടുണ്ട്, നോക്കൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതിൽ എന്താണ്? വാട്ട് ഈസ് ദ മേജർ ഹെൽത്ത് ഇഷ്യൂ കോസ്ഡ് ബൈ ദ എക്സസ് യൂസ് ഓഫ് സോഷ്യൽ മീഡിയ? മേജർ ഹെൽത്ത് ഇഷ്യൂ ഇതിൽ ഏതാണ്? നോക്കൂ, ഗ്രാഫിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഏതാണ്? ഡിപ്രഷൻ ആണല്ലേ. ദെൻ വിച്ച് 2 ഇമ്പാക്ട്സ് ഹാപ്പൻ ഈക്വലി ആസ് പെർ ദ ഡയഗ്രാം ഗിവൺ? ഇൻസോമാനിയം ആൻഡ് സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ആണല്ലേ. ദെൻ ഡേഴ്സ് പെർസെൻറ്റേജ് ഓഫ് ചിൽഡ്രൻ ആർ അഫക്റ്റഡ് ബൈ ഡിപ്രഷൻ? എത്ര പെർസെൻറ്റേജ് ആണ്? 20% ആണ്. ദെൻ വാട്ട് ഈസ് ദ സെക്കൻഡ് മേജർ ഇഷ്യൂ ഫേസ്ഡ് ബൈ ദ ചിൽഡ്രൻ ഡ്യൂ ടു ദ ഓവർ യൂസ് ഓഫ് സോഷ്യൽ മീഡിയ? എന്താണ് സെക്കൻഡ് മേജർ ഇഷ്യൂ എന്ന് പറയുന്നത് കുട്ടികൾ നേരിടുന്നത്? വേസ്റ്റ് ഓഫ് ടൈം ആണല്ലേ. ദെൻ
24th ക്വസ്റ്റ്യൻ എന്താണ്? 10% ഓഫ് ചിൽഡ്രൻ ആർ സഫറിങ് ഫ്രം എന്താണ്? യെസ്, ഡിസ്ട്രാക്ഷൻ ആണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക? നൽകിയിട്ടുള്ള ഈ ഡയഗ്രാം ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? ഓരോന്നിനും ഉത്തരം എഴുതുക. ഓക്കെ, അപ്പോൾ